പ്രിയമുള്ളവരെ, വഖഫ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുവാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കങ്ങളും വഖഫ് ആക്റ്റിൽ വഖഫ് ബോർഡുകൾക്ക് നൽകിയിട്ടുള്ള അനിയന്ത്രിതമായ അധികാരത്തിൻ്റെ ഇരകളായ മുനമ്പം നിവാസികളുടെ അതിജീവന സമരവും ലോക ശ്രദ്ധയാർജിച്ച വിഷയങ്ങളാണ്. ഇത്തരുണത്തിൽ വഖഫ് നിയമത്തിൻ്റെ ചില വ്യവസ്ഥകളിലേക്ക് ഒന്ന് എത്തിനോക്കുകയും അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുകയുമാണ് എൻ്റെ ലക്ഷ്യം. എന്താണ് വഖഫ്? വഖഫ് എന്ന വാക്കിൻ്റെ അർത്ഥം പരിമിതപ്പെടുത്തുക, നിർത്തലാക്കുക, നിലനിർത്തുക എന്നൊക്കെയാണ്. എന്നാൽ ശരീഅത്ത് നിയമപ്രകാരം വഖഫ് എന്ന് പറയുന്നത് മതപരമായ കാര്യങ്ങൾക്കോ ഭക്തിപരമായ കാര്യങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ആയി ദൈവത്തിനായി പ്രത്യേകം സമർപ്പിക്കുന്ന ഒരു വസ്തുവാണ്. ഇത് ശരീഅത്ത് നിയമപ്രകാരം മുസ്ലിം മതവിശ്വാസികൾ പ്രത്യേകമായ ഒരു ആചാരമായി കൊണ്ടു നടന്നിരുന്നതാണ്. മുഹമ്മദ് നബിയുടെ കാലം മുതൽ ഈ ആചാരം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. പിന്നീട് അതിന് നിയതമായ നിയമങ്ങളുണ്ടായി. തുർക്കിയിൽ ഓട്ടോമൻ ഭരണകാലത്ത് വഖഫ് നിയമങ്ങൾ കുറച്ചുകൂടി നിയതമാക്കി, അതിനൊരു ഭരണഘടനയുണ്ടാക്കി. ലോകത്ത് എല്ലായിടത്തും ഈ ആചാരം നിലനിന്നിരുന്നു. ഭാരതത്തിലും വഖഫ് സംബന്ധിച്ച പല നിയമങ്ങളും ഉണ്ടായിരുന്നു. അത് കൂടുതലും ഓരോ പ്രദേശത്തിൻ്റെയും ആചാരങ്ങൾക്കനുസൃതം, അതുപോലെ പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനങ്ങൾക്കനുസൃതം വ്യത്യസ്തമായി നിലനിന്നപ്പോൾ അവയെ ഏകീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 1913 ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ആദ്യമായി ഒരു വഖഫ് നിയമം ഇവിടെ രൂപപ്പെടുത്തുന്നത്. പിന്നീട് 1923 ആ നിയമം ഒന്നുകൂടി വിപുലീകരിച്ചു. വഖഫിൻ്റെ വസ്തുവകകൾ, അവയുടെ കണക്കുകൾ എന്നിവയെ സംബന്ധിച്ച നിർദ്ദേശങ്ങളും അതിൻ്റെ സുതാര്യതയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളുമൊക്കെ ഈ നിയമത്തിലുണ്ടായിരുന്നു. 1954 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വഖഫ് നിയമം ഉണ്ടാകുന്നത്. ഈ നിയമത്തിൽ വഖഫിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മതപരവും ഭക്തിപരവും ആയ കാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എന്ന രീതിയിൽ തുടർന്നുവെങ്കിലും വഖഫ് 3 രീതിയിൽ ഉണ്ടാക്കാം എന്ന് നിർദ്ദേശിച്ചു. 1954 ആക്ടിലെ സെക്ഷൻ 3 അതെടുത്ത് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പുതുമയുള്ള ഒന്ന്, ഉപയോഗത്താൽ, ഉപഭോക്താവിനാൽ സ്ഥാപിക്കപ്പെടുന്ന വഖഫ് എന്നതായിരുന്നു. അതായത് ഒരു വസ്തു മതപരമോ ജീവകാരുണ്യപരമോ ആയ കാര്യങ്ങൾക്ക് ദീർഘകാലം ഉപയോഗിച്ചാൽ ആ വ്യക്തിക്ക് അതൊരു വഖഫ് ആയി പ്രഖ്യാപിക്കാം. അതിന് പിന്നെ പ്രത്യേകിച്ച് രേഖകൾ ആവശ്യമില്ല എന്ന്. ഇങ്ങനെ വഖഫ് വസ്തുക്കളായി മാറിയ പല വസ്തുവകകളും ഉണ്ട് ഭാരതത്തിൽ. ഉദാഹരണമായിട്ട് മുസ്ലിം മതവിശ്വാസികൾക്ക് പ്രാർത്ഥനാലയമായി ഒരു പ്രത്യേക സ്ഥലം ആ സ്ഥലത്തിൻ്റെ ഉടമ അനുവദിച്ചു കൊടുത്താൽ കുറേ നാളത്തെ ഉപയോഗത്തിന് ശേഷം അത് വഖഫ് വസ്തുവാണ് എന്ന് അവർക്ക് അവകാശപ്പെടാം. ഇതിനൊരു ഉദാഹരണമാണ് തൊടുപുഴയിൽ മലങ്കര എസ്റ്റേറ്റിൽ ജോലിക്കാർക്ക് വേണ്ടി നൽകിയ പ്രാർത്ഥനാലയം. ഇന്നതൊരു മോസ്കാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലം കൂടി വഖഫിൻ്റേതാണ് എന്ന് വഖഫ് ബോർഡ് അവകാശമുന്നയിച്ചിരിക്കുന്നത്. 1995 വഖഫ് നിയമത്തിൽ ഈ അവകാശവാദത്തെ സഹായിക്കുന്ന ഒരു ക്ലോസ് കൂടി കൂട്ടിച്ചേർത്തു. ഒരിക്കൽ ഉപയോഗത്താൽ വഖഫ് ആയിത്തീരുന്ന ഒരു സ്ഥലം
അല്ലെങ്കിൽ ഒരു വസ്തു ആ ഉപയോഗം നിലച്ചാലും വഖഫായി തന്നെ തുടരും എന്നുള്ളതായിരുന്നു അത്. അതുപോലെ തന്നെ ഒരിക്കൽ വഖഫായി പ്രഖ്യാപിക്കപ്പെടുന്ന വസ്തു അത് എന്നും വഖഫായിരിക്കും എന്നുള്ളതാണ് വഖഫ് നിയമത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഒരു വസ്തു വഖഫ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? 1995 വഖഫ് നിയമത്തിൽ നരസിംഹറാവു ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമമാണ്. 4-ാമത്തെ സെക്ഷനിൽ എടുത്തു പറയുന്നൊരു കാര്യം, ഈ ആക്ട് നടപ്പിലായി കഴിഞ്ഞാൽ ഗവൺമെൻറ് ആദ്യം സ്വന്തം ചെലവിൽ ചെയ്യേണ്ടത് ഒരു കമ്മീഷണറെ വെച്ച് വഖഫ് വസ്തുവകകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വഖഫ് ബോർഡിന് കൈമാറണം. ഈ വസ്തുവകകൾ അവരുടെ കൈവശത്തിലല്ല എങ്കിൽ അത് തങ്ങളുടെ കൈവശത്തിൽ വിട്ടുതരണമെന്ന് വഖഫ് ബോർഡിന് ആവശ്യപ്പെടാം. അങ്ങനെ നിർദ്ദേശം കൊടുക്കാനായിട്ട് വഖഫ് ട്രൈബ്യൂണലിനോട് അപേക്ഷിക്കാം. 1995 വഖഫ് ആക്ടിലാണ് 83-ാമത്തെ സെക്ഷനിൽ വഖഫ് ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളിലും വഖഫ് ട്രൈബ്യൂണലുകൾ ഉണ്ടാക്കണം എന്നും വഖഫ് വസ്തുവകകൾ സംബന്ധിച്ച തർക്കങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം തേടേണ്ടത് വഖഫ് ട്രൈബ്യൂണലുകളിലാണ് എന്നും അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് സാധാരണ സിവിൽ കോടതികൾക്ക് ഉണ്ടായിരുന്ന അധികാരം എടുത്തു മാറ്റിക്കൊണ്ടാണ് ഈ അധികാരം വഖഫ് ട്രൈബ്യൂണലിനെ ഏൽപ്പിച്ചത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ട്രൈബ്യൂണലിൻ്റെ തീരുമാനങ്ങൾ അന്തിമമായിരിക്കുമെന്നുള്ളതാണ്. അതിനു മുകളിൽ അപ്പീൽ പോകുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ ഏക സാധ്യത എന്ന് പറയുന്നത് അവകാശങ്ങൾ ഖനിക്കപ്പെട്ടാൽ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ നൽകുക എന്നത് മാത്രമാണ്. ഉദാഹരണമായി, ഞാൻ വാങ്ങുന്നൊരു പ്രോപ്പർട്ടി അതൊരു മുസൽമാൻ്റെ കയ്യിൽ നിന്നാകാം, മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്നാകാം. അത് ഒരു കാലത്ത് വഖഫ് ബോർഡ് അത് വഖഫ് ബോർഡിൻ്റേതാണ്, വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റേതാണ്, വഖഫിൻ്റേതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത എൻ്റേത് മാത്രമാണ്. അത് വഖഫിൻ്റേതാണെന്ന് തെളിയിക്കാൻ വഖഫ് ബോർഡിന് യാതൊരു ബാധ്യതയുമില്ല. അതാണ് നിയമത്തിൻ്റെ പ്രത്യേകത. 1995 നിയമത്തിൽ 40-ാം വകുപ്പ് വഖഫ് ബോർഡിന് നൽകുന്ന വളരെ വിപുലമായ വിശാലമായ അധികാരത്തിൻ്റെ ഒരു തെളിവാണിത്. ഇതേക്കുറിച്ച് നമുക്ക് പരാതിയുണ്ടെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാം. എന്നാൽ വഖഫ് ട്രൈബ്യൂണലിൽ നിന്ന് നമുക്ക് നീതി കിട്ടുമെന്നോ അത് സമയത്ത് കിട്ടുമെന്നോ ഒരു ഉറപ്പുമില്ല. വഖഫ് ട്രൈബ്യൂണലിൽ ജഡ്ജിമാരെ കൂടാതെ ഒരു മുസ്ലിം മതപണ്ഡിതനുണ്ടാകും. മതപണ്ഡിതൻ പറയുന്നതിൽ നിന്ന് വിരുദ്ധമായിട്ട് അവരൊരു തീരുമാനമെടുക്കുമോ എന്നും നമുക്ക് സംശയമാണ്. 95 നിയമം കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നു, വഖഫ് ട്രൈബ്യൂണലിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. 1995 വരെ സിവിൽ കോടതികൾക്കുണ്ടായിരുന്ന അധികാരം വഖഫ് ട്രൈബ്യൂണലിന് കൈമാറി ആ തീരുമാനത്തെ അന്തിമമാക്കി പ്രതിഷ്ഠിച്ചു. അതിൽ നിന്നും ഒരു അപ്പീൽ പോകാൻ പോലും അവസരമില്ലാത്ത രീതിയിൽ. പിന്നെ ഏക സാധ്യത എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ നൽകുകയാണ്. അതുപോലൊരു റിട്ട് പെറ്റീഷൻ മുനമ്പ് നിവാസികൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ നിയമങ്ങൾ, ഇതിലെ ചില വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഉപയോഗത്താൽ സ്ഥാപിക്കപ്പെടുന്ന വഖഫ്. ഈ അടുത്ത കാലത്ത് ചില ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ തങ്ങൾക്ക് സ്ഥിരമായി പ്രാർത്ഥിക്കുവാൻ ഒരു പ്രാർത്ഥനാ മുറി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചിലർ നടത്തിയ സമരം നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടാകും. എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യം? ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് അവർക്ക് അവകാശപ്പെടാം. ഈ നിയമം അങ്ങനെയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വലിയൊരു അപകടമാണ്, ഒരു ചതിക്കുഴിയാണത്. പ്രിയമുള്ളവരെ, മുനമ്പ് നിവാസികളെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട്, ഇവർ കാശ് കൊടുത്ത് വാങ്ങിയ പ്രോപ്പർട്ടിയാണ് എന്ന്. പക്ഷേ അവർക്ക് അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കുവാൻ ഒരു കോടതിക്കും സാധിക്കുന്നില്ല. സാധിക്കാത്ത രീതിയിൽ നിയമത്തെ മാറ്റി എഴുതി വച്ചിരിക്കുന്നു. സെക്ഷൻ 104A ഞാൻ സൂചിപ്പിച്ചു, 2013 കൂട്ടിച്ചേർത്തതാണ്.
അതിന് പ്രകാരം ഒരിക്കൽ വഖഫായി കഴിഞ്ഞാൽ പിന്നെ മറ്റെന്ത് നിയമത്തിൻ്റെ വെളിച്ചത്തിലാണെങ്കിലും, ഇനി വഖഫ് ഡീഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്രയവിക്രയം നടത്താൻ പറ്റുകയില്ല. മുനമ്പം നിവാസികൾക്ക് കിട്ടിയ സ്ഥലം ഫറൂഖ് കോളേജിന് കൊടുത്തപ്പോൾ ക്രയവിക്രയ അവകാശത്തോടു കൂടിയാണ് കൊടുത്തത് എന്ന് ഡീഡിൽ എഴുതി വച്ചിരിക്കുന്നതിന് മറികടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം 2013 ഇതുപോലൊരു സെക്ഷൻ കൂട്ടിച്ചേർത്തത് 104A എന്ന പേരിൽ. സാധാരണക്കാരൻ്റെ ന്യായമായിട്ടുള്ള അവകാശങ്ങളെ തെല്ലും പരിഗണിക്കാതെ ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം താല്പര്യങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് ഒരു ഗവൺമെൻറ് നിയമമുണ്ടാക്കുക എന്നുള്ളത് അചിന്തനീയമായ കാര്യമാണ്. ഈ നിയമത്തെ ഭേദഗതി ചെയ്യുവാനായിട്ട് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചതിനെ എതിർക്കുന്നു എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. ഈ പ്രത്യേക മതവിഭാഗമല്ലാതെ മറ്റാരോടും തങ്ങൾക്ക് കൂറില്ല എന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനമല്ലേ അത്? അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുമ്പോൾ മറ്റനേകരുടെ താല്പര്യങ്ങളല്ല, അവകാശങ്ങൾ ഖനിക്കപ്പെടുന്നു എന്നുള്ളത് എന്തുകൊണ്ട് ഇവർ കാണുന്നില്ല? നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതികളിൽ പ്രധാനപ്പെട്ട 1-2 ഭേദഗതികൾ ഞാൻ എടുത്തു പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു വഖഫ് പ്രഖ്യാപിക്കുവാനുള്ള അവകാശം 5 വർഷമെങ്കിലുമായിട്ട് മുസ്ലിമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. 1995 ഈ നിയമത്തിന് മാറ്റം വന്നത്. ഏതൊരു മനുഷ്യനും മുസ്ലിം അല്ലെങ്കിലും വഖഫ് പ്രഖ്യാപിക്കാം എന്ന് അവിടെ എഴുതി വെച്ചു. 2013 അങ്ങനെ തന്നെ. അതോട് ചേർത്ത് വെച്ചിരിക്കുന്നൊരു കാര്യം, അങ്ങനെ വഖഫായി പ്രഖ്യാപിക്കപ്പെടുന്ന വസ്തുവിൻ്റെ മേല് അയാൾക്ക് ഉടമസ്ഥ അവകാശമുണ്ടായിരിക്കണം. ഞാൻ ഉടമസ്ഥനല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രോപ്പർട്ടി ഞാൻ ദാനമായിട്ട് കൊടുക്കുന്നു എന്ന് പറയാൻ എനിക്കെന്താ അവകാശം? അത് ആ ഭേദഗതി നിശ്ചയമായും വരുത്തേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ്. അതുപോലെ ഉപയോഗത്താലുള്ള വഖഫ് അത് നിർത്തലാക്കുകയാണ് ഈ ഭേദഗതി വഴി. അത് നടപ്പിലായി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ ഏതൊരു മനുഷ്യനും സ്വന്തം വസ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ മതപരമായ കാര്യങ്ങൾക്കോ ഭക്തി കാര്യങ്ങൾക്കോ സ്വന്തം കുടുംബത്തിലെ പിന്തുടർച്ചക്കാർക്കോ ആയി നീക്കിവെക്കാൻ അവകാശമുണ്ട്, അയാളുടെ പ്രോപ്പർട്ടിയാണ് എങ്കിൽ. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം നിർദ്ദേശിച്ചിരിക്കുന്നത്, ഒരു വസ്തു വഖഫ് പ്രോപ്പർട്ടിയാണോ എന്ന് നിർണ്ണയിക്കാൻ വഖഫ് ബോർഡിന് ഇനി അധികാരമില്ല എന്നുള്ളതാണ്. അത് നിർണ്ണയിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കായിരിക്കും. അതും ന്യായമായൊരു കാര്യം തന്നെയാണ്. ജില്ലാ കളക്ടർ പരാതികളുണ്ടെങ്കിൽ അതേക്കുറിച്ച് പഠിച്ച് തീരുമാനമെടുക്കണം. ഇനി വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാം, പക്ഷേ ആ തീരുമാനം അന്തിമമായിരിക്കുകയില്ല എന്നും ഭേദഗതിയിൽ പറയുന്നു. ഈ തീരുമാനം എനിക്ക് സ്വീകാര്യമല്ല എങ്കിൽ ഹൈക്കോടതിയിൽ 90 ദിവസത്തിനകം അപ്പീൽ പോകുവാനുള്ളൊരു സാധ്യതയുണ്ട്. അതും എൻ്റെ ന്യായമായൊരു അവകാശം തന്നെയാണ്. ഈ ന്യായമായിട്ടുള്ള ഇതുപോലുള്ള ഭേദഗതികളെ പോലും അവഗണിച്ചുകൊണ്ടാണ് രണ്ട് പാർട്ടിക്കാരും ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്ന് ഈ ബില്ലിനെ എതിർക്കുന്നത് എന്നോർക്കുക. നമ്മളിതേക്കുറിച്ച് അവബോധമുള്ളവരാകേണ്ടതുണ്ട്. കേരളത്തിലെ മുനമ്പം നിവാസികൾ മാത്രമല്ല, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ ഒരു ഗ്രാമം മുഴുവൻ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. കർണാടകയിലെ വിജയപുര ഡിസ്ട്രിക്റ്റിൽ 1500 ഏക്കറുള്ള ഒരു ഗ്രാമം മുഴുവൻ വഖഫ് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ, കർണാടകയിൽ, തെലങ്കാനയിൽ, ഹരിയാനയിൽ, മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ എന്ന് വേണ്ട ഇന്ത്യ മുഴുവനും ധാരാളം വസ്തുവകകൾ ഇതിനകം തന്നെ ഈ നിയമത്തിൻ്റെ പേരിൽ വഖഫ് ബോർഡ് കൈക്കലാക്കിയിട്ടുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. എൻ്റെ അവകാശം ഖനിക്കപ്പെടുമ്പോൾ, എൻ്റെ അവകാശം ഖനിക്കപ്പെടുന്ന രീതിയിൽ ഒരു നിയമം നിർമ്മിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ എനിക്ക് അവകാശമുണ്ട്. എൻ്റെ വായടപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഇതേക്കുറിച്ചുള്ള അവബോധമുണ്ടെങ്കിലേ എനിക്ക് ഉണർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച്, ഈ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അവബോധമുള്ളവരാകാം. ഈ പ്രശ്നങ്ങൾ എൻ്റെ മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പ്രശ്നമാണ്. എല്ലാവരുടെയും അവകാശങ്ങൾ ഇവിടെ ഖനിക്കപ്പെടുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അനീതിക്കെതിരെ പോരാടുവാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം.